എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ എപ്പോഴും ഒരു കാര്യമേ പറയാറുള്ളൂ: നന്നായി പഠിക്കണം, നല്ല ജോലി വാങ്ങണം, എപ്പോഴും പോസിറ്റീവായിരിക്കണം, ഒരിക്കലും വീഴരുത്. കേൾക്കാൻ നല്ല രസമാണല്ലേ? പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ ദേഷ്യം വരാറില്ലേ? കാരണം ജീവിതം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ലെന്നേ. ചില ദിവസങ്ങളിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പോലും തോന്നാറില്ല. ചിലപ്പോൾ കഠിനമായി ശ്രമിച്ചിട്ടും കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കൂ എന്നോ വിഷമിക്കരുതോ എന്നോ പറയില്ല. വിഷമം വരുമ്പോൾ വിഷമിക്കുക തന്നെ വേണം. ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിക്കണം. നമ്മൾ റോബോട്ടുകളല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. സിനിമയിലെ ഹീറോകൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ ഒരൊറ്റ പാട്ടിൽ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊരു മാന്ത്രിക വടിയില്ല. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ പതുക്കെയാണ്. ഈ ലോകത്ത് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ടത് എപ്പോഴാണെന്നറിയാമോ? എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോയി എന്ന് തോന്നുമ്പോഴും, ഉള്ളിൽ സങ്കടം നിറഞ്ഞു നിൽക്കുമ്പോഴും, ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലും സാരമില്ല, നാളെ ഞാൻ വീണ്ടും ശ്രമിക്കുമെന്ന് സ്വന്തം മനസ്സിനോട് പറയുന്ന ആ ഒരു നിമിഷമില്ലേ, അതാണ് യഥാർത്ഥ മോട്ടിവേഷൻ. അതിനേക്കാൾ വലിയൊരു വിജയം വേറെയില്ല. വലിയ വലിയ ആളുകളുടെ വിജയകഥകൾ കേട്ട് കൈയടിക്കാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ കഥ എഴുതേണ്ടത് നിങ്ങളാണ്. അതിന് നിങ്ങൾ സൂപ്പർമാൻ ആകേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പേടിക്കുന്ന ഒരു ചെറിയ കാര്യം ധൈര്യത്തോടെ ചെയ്തു നോക്കുക. നിങ്ങളെ മാനസികമായി തളർത്തുന്ന കാര്യങ്ങൾക്ക് നേരെ നോ എന്ന് പറയാൻ ശീലിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ചിന്തയങ്ങ് ഉപേക്ഷിക്കുക. കാരണം അവരുടെ ജീവിതത്തിൽ നോക്കാൻ തന്നെ സമയമില്ല. നമ്മളൊക്കെ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒരുപാട് ആളുകളുടെ വലിയ വിജയങ്ങളും അവരുടെ സന്തോഷവുമുള്ള മുഖങ്ങളും കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു നിരാശ വരാം. എല്ലാവരും ജീവിച്ചു തകർക്കുകയാണല്ലോ, ഞാൻ മാത്രം എന്താണ് ഇപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് എന്നൊരു ചിന്ത. പക്ഷേ ആരും പുറത്തു പറയാത്ത ഒരു വലിയ സത്യമുണ്ട്. ഈ കാണുന്ന തിളക്കമുള്ള മുഖങ്ങൾക്ക് പിന്നിലെല്ലാം വലിയൊരു ഇരുട്ടുണ്ട്. ഓരോ മനുഷ്യനും പുറത്തു പറയാൻ കഴിയാത്ത, സ്വന്തം വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന വലിയ മാനസിക പോരാട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലർക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, മറ്റു ചിലർക്കാകട്ടെ സ്വന്തം കരിയറിനെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാത്രം ഉള്ളതാണെന്ന് ഒരിക്കലും കരുതരുത്. ഇവിടെ എല്ലാവരും ഓരോന്ന് സഹിച്ചും പോരാടിയുമാണ് ജീവിക്കുന്നത്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മളെ മനസ്സിലാക്കാൻ, നമ്മൾ തളരുമ്പോൾ ചേർത്ത് പിടിക്കാൻ, ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. എന്നാൽ ജീവിതം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. പലപ്പോഴും ഏറ്റവും അടുത്തവരിൽ നിന്ന് പോലും ഒരു വാക്കുകൊണ്ടുള്ള പിന്തുണ പോലും കിട്ടാറില്ല. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനും മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ഞാൻ പറയട്ടെ, അതിൽ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ചെടിക്ക് വളരാൻ മണ്ണും വെള്ളവും വെളിച്ചവും മാത്രം മതി. അതിൻ്റെ അരികിലിരുന്ന് ആരും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങളുടെ വളർച്ചയ്ക്ക് മറ്റാരുടെയും കയ്യടികളോ സർട്ടിഫിക്കറ്റുകളോ ആവശ്യമില്ല. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കുക എന്നതിനേക്കാൾ വലിയൊരു മധുരപ്രതികാരം ഈ ലോകത്ത് വേറെയില്ല. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കി നമ്മുടെ സ്വന്തം മൂല്യം നിശ്ചയിക്കുന്നതാണ്. ആരോ ഒരാൾ നിങ്ങളെ പരാജയമാണ് എന്ന് വിളിച്ചാൽ നിങ്ങൾ പരാജയമാകില്ല. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങൾക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം, തെറ്റായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. അതൊക്കെ മനുഷ്യ സഹജമാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ഇന്ന് കരയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇന്നലകളെ മാറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷെ നാളെയെ മാറ്റാൻ ഇന്ന് നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. ആദ്യം ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് വലിയ വിജയങ്ങളായി മാറും. ഒരു വലിയ മാറ്റം ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുമെന്ന് കരുതി ആരും കാത്തിരിക്കരുത്. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളെ മാനസികമായി വിഷമിപ്പിക്കുന്ന, ഏറ്റവും കുറ്റപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്നതിനിടയിൽ സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം കണ്ടെത്തുക. ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്തു തുടങ്ങുക. വിജയം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് നമ്മൾ ദിവസവും ജീവിക്കുന്ന ഒരു രീതിയാണ്. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട് ജീവിതം എന്നത് വളരെ ലളിതമായ ഒരു നേർരേഖയാണെന്ന്.
പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ജീവിതം എന്നത് കയറ്റിക്കിറക്കങ്ങളും വിയർപ്പും ചിലപ്പോൾ കണ്ണീരും നിറഞ്ഞ ഒരു വലിയ കടലാണ്. നമ്മളൊരു പ്രതിസന്ധി മറികടന്ന് ശ്വാസം നേരെ വിടുമ്പോഴേക്കും അടുത്ത പ്രശ്നം മുന്നിൽ വന്നു നിൽക്കും. ചിലപ്പോൾ തോന്നിപ്പോകും ലോകത്തിലെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും നമുക്ക് വേണ്ടി മാത്രം തുന്നിവെച്ചതാണോ എന്ന്. പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും നാളെ നിങ്ങൾ നേടാൻ പോകുന്ന വലിയൊരു വിജയത്തിൻ്റെ മുൻകൂർ വില മാത്രമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഘട്ടമുണ്ടാകും, ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആർക്കും സമയമില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ, നമ്മുടെ സ്വന്തം എന്ന് കരുതിയവർ നമ്മളെ മനസ്സിലാകാതെ പോകുമ്പോൾ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയുണ്ട്. പലരും അവിടെ വെച്ച് തകർന്നു പോകാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തനിച്ചാകുന്നത് ഒരു ശാപമല്ല, അതൊരു തിരിച്ചറിവാണ്. നിങ്ങൾ തനിച്ചാകുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നത്. താങ്ങാൻ ആരുമില്ലാതെ വരുമ്പോഴാണ് സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾ പഠിക്കുന്നത്. മറ്റുള്ളവരുടെ തോളിൽ ചാരി നടക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്വന്തം കരുത്തിൽ പൊരുതി മുന്നേറുന്നവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ഒരു ഇന്ധനമാക്കി എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും പുതിയതായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം വരുന്നത് പ്രോത്സാഹനങ്ങളല്ല, മറിച്ച് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളുമായിരിക്കും. നിനക്കിതൊന്നും പറ്റില്ല, ഇതൊക്കെ നിൻ്റെ ഭ്രാന്താണ്, നിൻ്റെയൊക്കെ പ്രായത്തിൽ മറ്റുള്ളവർ എവിടെ എത്തി എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ മാനസികമായി തളർത്താൻ ഒരു വലിയ കൂട്ടം ആളുകൾ ചുറ്റുമുണ്ടാകും. അങ്ങനെയുള്ളവരോട് തർക്കിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഊർജം വാക്ക് പോരുകൾക്കായി കളയരുത്. അവർക്ക് നൽകേണ്ടത് വാക്കുകൾ കൊണ്ടുള്ള മറുപടിയല്ല, നിങ്ങളുടെ ജീവിതം കൊണ്ടുള്ള മറുപടിയാണ്. നിങ്ങളെ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിങ്ങളെ പരിഹസിച്ചവരുടെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിയോട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു വിജയം വേറെ എന്തുണ്ട്? ആ പരിഹാസങ്ങളെയെല്ലാം ഉള്ളിലൊരു കനലായി സൂക്ഷിക്കുക. തളരാൻ തോന്നുമ്പോഴൊക്കെ ആ കനലിന് തീ പിടിപ്പിക്കുക. അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമായി മാറ്റുക. ഭൂതകാലത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക തന്നെ വേണം. നമ്മളിൽ പലരും ജീവിക്കുന്നത് ഇന്നിലല്ല, മറിച്ച് കഴിഞ്ഞുപോയ ഇന്നലകളിലാണ്. അന്ന് എനിക്ക് ആ തെറ്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ, അയാൾ എന്നെ ചതിച്ചില്ലായിരുന്നെങ്കിൽ, എൻ്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു എന്നിങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഇന്ന് സങ്കടപ്പെടുന്നതിനേക്കാൾ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കഴിഞ്ഞുപോയ കാലം ഒരു അടഞ്ഞ പുസ്തകം പോലെയാണ്. അതിലെ വരികൾ നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന അധ്യായങ്ങൾ എഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഭൂതകാലം എത്ര കഠിനമായിരുന്നാലും, എത്ര പരാജയങ്ങൾ നിറഞ്ഞതായിരുന്നാലും, ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ നാളെയെ മാറ്റാൻ കഴിയും. നിങ്ങളുടെ ജീവിതം മറ്റാരുടെയും കയ്യിലെ റിമോട്ട് കൺട്രോളായി കൊടുക്കരുത്. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സങ്കടവും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല. നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒരു വലിയ മാറ്റം ഒറ്റയടിക്ക് ഉണ്ടാകില്ല. അതിനായി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആദ്യമായി, നിങ്ങളെ തരം താഴ്ത്തുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ ചോർത്തിക്കളയുന്ന, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകളോട് ഗുഡ് ബൈ പറയാൻ മടിക്കരുത്. നിങ്ങളുടെ മാനസിക സമാധാനമാണ് ഏറ്റവും പ്രധാനം. ചെറിയ ചുവടുകൾ വയ്ക്കുക. ലക്ഷ്യം എത്ര വലുതുമാകട്ടെ, ഇന്നൊരു ചെറിയ ചുവട് വയ്ക്കുക. ഒരു പുതിയ കഴിവ് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ തീരുമാനം നടപ്പിലാക്കുകയോ ചെയ്യുക. തുള്ളി വെള്ളം പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഈ ചെറിയ മാറ്റങ്ങളാണ് നാളെ വലിയ വിജയമായി മാറുന്നത്. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനിടയിൽ സ്വന്തം മനസ്സിനെ വേദനിപ്പിക്കരുത്. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല, നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാനാണ്. നാളെ എന്നത് ഇന്നത്തെ നിങ്ങളുടെ തീരുമാനമാണ്. ഇരുണ്ട രാത്രികൾ എത്ര നീണ്ടു നിന്നാലും വലിപ്പമുള്ളതായാലും നേരം പുലരുമ്പോൾ സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. ആ സൂര്യപ്രകാശത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ എല്ലാം മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലുകൾ എപ്പോഴും പ്രതീക്ഷകൾക്കായി തുറന്നിടുക. തളർന്നു പോയെന്ന് തോന്നുമ്പോൾ നെഞ്ചിൽ കൈവച്ച് സ്വന്തം മനസ്സിനോട് പറയുക, ഇതുവരെ ഞാൻ തോറ്റിട്ടില്ല, ഇനി ഞാൻ തോൽക്കുകയുമില്ല. വീഴുന്ന ഓരോ തവണയും കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കുക. വരാനിരിക്കുന്ന കാലം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ വിജയഗാഥ ഈ ലോകം കേൾക്കാൻ പോകുന്നതേയുള്ളൂ. ലോകത്ത് ജീവിക്കുന്ന നിങ്ങളോട് എനിക്ക് ചെറിയൊരു ലളിതമായ ചോദ്യമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് വെറുതെ ദിവസങ്ങൾ തള്ളി നീക്കാനാണോ, അതോ നിങ്ങളുടെ പേര് ഈ മണ്ണിൽ അടയാളപ്പെടുത്താനാണോ?
പലരും ജനിക്കുന്നു, ജീവിക്കുന്നു, ആരും അറിയാതെ മരിച്ചു പോകുന്നു. അതിനിടയിൽ അവർ ബാക്കി വയ്ക്കുന്നത് ഒരുപാട് പരാതികളും പരിഭവങ്ങളും മാത്രമാണ്. എനിക്ക് ജനിച്ച സാഹചര്യം ശരിയായിരുന്നില്ല, എൻ്റെ കൂടെയുള്ളവർ നല്ലതായിരുന്നില്ല, ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒഴിവുകഴിവുകൾ പറയാൻ 1000 കാരണങ്ങൾ കാണും. പക്ഷേ ചരിത്രം ആരുടെയും ഒഴിവുകഴിവുകൾക്ക് കൈയടിക്കാറില്ല. ചരിത്രം കൈയടിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് മാത്രമാണ്: പ്രതിസന്ധികളുടെ നെഞ്ചുകീറി മുന്നോട്ട് വന്നവൻ്റെ വിജയത്തിന് മാത്രം. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരോട് നന്ദി മാത്രം പറയണം. നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യരുണ്ടാകും, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവർ, നമ്മളെ എപ്പോഴും വില കുറച്ച് കാണുന്നവർ, നമ്മുടെ കണ്ണീര് കാണാൻ കാത്തിരുന്നവർ. അവരെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുകയോ ചെയ്യാറുള്ളത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെയുള്ള മനുഷ്യരോട് നിങ്ങൾ ശരിക്കും നന്ദി പറയണം. കാരണം അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ മോട്ടിവേറ്റർമാർ. നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് അവർ പറയുമ്പോഴാണ് ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം എന്നൊരു വാശി നിങ്ങളുടെ ഉള്ളിൽ ജനിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവർ നമ്മളെ നോക്കി എറിഞ്ഞ കല്ലുകൾ കൊണ്ടാണ്. നിങ്ങളെ തളർത്താൻ വരുന്ന ഓരോ പരിഹാസങ്ങളും ഓരോ അവഗണനയും ഉള്ളിലേക്ക് എടുക്കുക. അത് നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തെ ഉണർത്താനുള്ള സൈറനാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊരിടത്തിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? ആരോടും പറയാൻ പറ്റാത്ത സ്വന്തം തലയണയിൽ മുഖമമർത്തി സങ്കടപ്പെട്ടിട്ടുണ്ടോ? ആരും കാണാതെ നിങ്ങൾ ഒഴുകിയ ആ കണ്ണീരിൻ്റെ ഓരോ തുള്ളിക്കും ഈ ജീവിതത്തോട് നിങ്ങൾ കണക്ക് ചോദിക്കണം. അത് ചോദിക്കേണ്ടത് വഴക്കിട്ടോ ബഹളം വെച്ചോ അല്ല. നിങ്ങൾ അവരെക്കാളൊക്കെ ഒരുപാട് ഉയരത്തിൽ വന്ന് പന്തലിച്ചുകൊണ്ട് വേണം ആ കണക്ക് തീർക്കാൻ. നമ്മൾ തകരുമ്പോൾ ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് പേർ വരും. പക്ഷെ ഒന്ന് മാത്രം ഓർക്കുക: മണ്ണിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുന്നതെല്ലാം ഇല്ലാതാകുന്നില്ല. ചിലതൊക്കെ വിത്തുകളാണ്. അവ പിന്നീട് വൻ വൃക്ഷങ്ങളായി മുളച്ചു പൊന്തും. നിങ്ങൾ ഇപ്പോൾ ഒരു വിത്താണ്. എത്ര ചവിട്ടിയരച്ചാലും നിങ്ങൾ വീണ്ടും മുളച്ചു പൊന്തുക തന്നെ ചെയ്യും. ആ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ കരുത്ത്. നമുക്ക് ചുറ്റുമുള്ള ഡ്രാമാറ്റിക്കായ പ്രശ്നങ്ങളിലും നെഗറ്റീവായ ആളുകളിലും നമ്മുടെ ശ്രദ്ധ കളയരുത്. അത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ എനർജി വളരെ വിലപ്പെട്ടതാണ്. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കളയാനുള്ളതല്ല. ആരെയും ബോധ്യപ്പെടുത്താൻ നടക്കരുത്. നിങ്ങൾ ശരിയാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിജയങ്ങൾ അവർക്കുള്ള മറുപടി നൽകിക്കോളും. റിസ്ക് എടുക്കാൻ ഒരിക്കലും മടിക്കരുത്. സുരക്ഷിതമായ ഒരു കൂട്ടിൽ കിടന്നാൽ പരിക്കേൽക്കില്ലായിരിക്കാം, പക്ഷേ ആകാശത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ചിറകടിച്ചുയരുക തന്നെ വേണം. വീഴുമെന്ന ഭയം മാറ്റിവെക്കുക. വീണാൽ വീണ്ടും എഴുന്നേൽക്കും എന്ന വാശി ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് കരുതി നിങ്ങൾ കാത്തിരിക്കുകയാണോ? ആരെങ്കിലും വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ, ഇവിടെ ആരും വരാനില്ല. നിങ്ങളുടെ ജീവിതമെന്ന യുദ്ധക്കളത്തിൽ നിങ്ങൾ തനിച്ചാണ്. നിങ്ങളുടെ വാളും പരിചയം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. അത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും പരിഹസിക്കാനും മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അതിൽ അസൂയപ്പെടാനും വേണ്ടിയാണ്. നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും കാണില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു വീഴ്ച പറ്റിയാൽ അത് ആഘോഷിക്കാൻ ഒരു വലിയ കൂട്ടം ആളുകൾ കാണും. അങ്ങനെയുള്ളവരോട് എനിക്ക് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ: നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോയിക്കൂടെ? കാരണം ചരിത്രം ഒരിക്കലും മറ്റുള്ളവരെ പരിഹസിച്ചവരുടെ പേര് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ചരിത്രം എപ്പോഴും കൈയടിച്ചിട്ടുള്ളത് ഒരുപാട് തവണ വീണിട്ടും തളരാതെ വീണ്ടും എഴുന്നേറ്റ് വന്ന് വിജയം പിടിച്ചടക്കിയവരുടെ കൂടെ മാത്രമാണ്. പലരും എപ്പോഴും ഭാഗ്യത്തെ കുറ്റം പറയാറുണ്ട്. എനിക്ക് ജനിച്ച സാഹചര്യം ശരിയായിരുന്നില്ല, പണമില്ലായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലായിരുന്നു. ഇങ്ങനെ ഒഴിവുകഴിവുകൾ പറയാൻ 1000 കാരണങ്ങൾ കാണും. എടോ, ഒഴിവുകഴിവുകൾ പറയുന്നത് പരാജയപ്പെടുന്നവരുടെ ലക്ഷണമാണ്. ഒരു യഥാർത്ഥ പോരാളിക്ക് വിജയിക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതി: എനിക്ക് ജയിക്കണമെന്ന ആ ഒറ്റ വാശി. നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിയോടെ ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു മാസ് മറുപടി ഈ ലോകത്ത് വേറെ എന്തുണ്ട്? ആ പരിഹാസങ്ങളെയെല്ലാം ഉള്ളിലൊതുക്കി കനലായി സൂക്ഷിക്കുക. തളരാൻ തോന്നുമ്പോഴൊക്കെ ആ കനലിന് തീ പിടിപ്പിക്കുക തന്നെ വേണം. അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റുകയും വേണം. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് എന്താണെന്നറിയാമോ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് നോക്കി നമ്മുടെ സ്വന്തം മൂല്യം നിശ്ചയിക്കുന്നതാണ്. ആരോ ഒരാൾ നിങ്ങളെ പരാജയമാണ് എന്ന് വിളിച്ചാൽ നിങ്ങൾ പരാജയമാകുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ഭൂതകാലത്ത് നിങ്ങൾക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം. തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകാം. അതൊക്കെ അവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും. നമ്മളൊക്കെ
ദിവസവും രാവിലെ എഴുന്നേറ്റയുടൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ റീലുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും ഒരു ഓട്ടമാണ്. അവിടെ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ഫ്രണ്ട്സ് ഒന്നിച്ച് ടൂർ പോകുന്നു, ആരൊക്കെയോ പുതിയ വണ്ടി വാങ്ങുന്നു, എപ്പോഴും ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ദമ്പതികൾ, ആർഭാട ജീവിതം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് നോക്കും. അപ്പോൾ തോന്നും, എൻ്റെ ഈശ്വര, ബാക്കി എല്ലാവരും സുഖമായി ജീവിക്കുന്നു, എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ ബോറടിച്ച് നാശമായി കിടക്കുന്നത് എന്ന്. നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ, നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിലെ 90% ജീവിതം വെറും ഫേക്കാണ്. ആരും അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും കടബാധ്യതകളും കുടുംബത്തിലെ വഴക്കുകളും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഇടാറില്ല. അവിടെ എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല 15 സെക്കൻഡ് മാത്രം കാണിക്കുന്നത്. ആ 15 സെക്കൻഡ് കണ്ട് നിങ്ങളുടെ ബാക്കി 24 മണിക്കൂറുള്ള ജീവിതത്തെ തരം താഴ്ത്തരുത്. ഇവിടെ വലിയൊരു സത്യമുണ്ട്. യൂട്യൂബിൽ മില്യൺ കണക്കിന് വ്യൂസുള്ള ആളുകൾക്കും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർക്കും ഒക്കെ നമ്മളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ മാനസിക വിഷമങ്ങളും ഒറ്റപ്പെടലുകളുമുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ ചിരിക്കുന്ന പലരും ക്യാമറ ഓഫ് ചെയ്താൽ മുറിക്കുള്ളിലിരുന്ന് കരയുന്നവരായിരിക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ തിളക്കം കണ്ട് നിങ്ങളുടെ ജീവിതം വെളിച്ചമില്ലാത്തതാണെന്ന് കരുതി സ്വയം വെറുക്കരുത്. എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവും നെഗറ്റീവും അതിൻ്റേതായ നല്ല വശവും ചീത്ത വശവും ഒക്കെയുണ്ട്. അതുകൊണ്ട് നല്ലതല്ലെന്നുമല്ല, മോശമാണെന്നുമോ അല്ലെങ്കിൽ യൂട്യൂബ് മോശമാണെന്നോ ഫേസ്ബുക്ക് മോശമാണെന്നോ അങ്ങനെയൊന്നുമല്ല. എല്ലാത്തിലും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടത് വലിയൊരു വീടോ ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയോ ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യടിയോ ഒന്നുമല്ല. നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം സമാധാനമുണ്ട് എന്നതാണ് പ്രധാനം. നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുന്ന, മാനസികമായി തളർത്തുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലോ സൗഹൃദത്തിലോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ധൈര്യത്തോടെ ഒരു അകലം പാലിക്കുക. അതാണ് ആദ്യം വേണ്ടത്. എത്ര വട്ടം പറഞ്ഞാലും തീരില്ല. അക്കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ സമാധാനമാണ് മറ്റെന്തിനെക്കാട്ടിലും വലുതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയോ? ഒരിക്കലുമല്ല. നമ്മുടെ സന്തോഷം തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. നിങ്ങൾക്ക് ഒരു കരിയർ ഉണ്ടാക്കണോ? സ്വന്തമായി വരുമാനമുണ്ടാക്കണോ? എങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കി സമയം കളയാതെ നിങ്ങളുടെ കയ്യിലുള്ള കഴിവ് വെച്ച് ഇന്ന് തന്നെ പണി തുടങ്ങി നോക്കൂ. നിങ്ങൾ 0-ൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും സാരമില്ല. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നിലയിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ കാണാൻ സുന്ദരനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് പണമില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും മാറ്റി നിർത്തിയോ? സാരമില്ല. ഒരിക്കലും തളരരുത്. നിങ്ങളുടെ വില തീരുമാനിക്കാൻ നാട്ടുകാർക്ക് ഒരവകാശവുമില്ല. വീഴുന്ന ഓരോ തവണയും തകർന്നു പോകാതെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരിക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യായം ഇനി ഇരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് ഐ ക്യാൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്